ഞങ്ങളുടെ കഥയുടെ പേര് വഹ്ഷിയുടെ ചാട്ടൊളി. അതെ, വഹ്ഷിയുടെ ചാട്ടൊളി. സാദരം നാദ കഥയുടെ സാരമുയർത്തിയിടട്ടെ, പാരിതിൽ ഞങ്ങൾ സത്യമതത്തിൽ വാഴ്ത്തിയിടട്ടെ, കരമതുയർത്തിടും നിന്നുടെ സവിധത്തിൽ. ഈ ഗാനമിൽ നാം ഒന്നിച്ചൊന്നായി ഹംദ് മുരക്കുന്നേ, കരമതുയർത്തിടും നിന്നുടെ സവിധത്തിൽ. ഈ ഗാനമിൽ നാം ഒന്നിച്ചൊന്നായി ഹംദ് മുരക്കുന്നേ. ഈന്തമനങ്ങൾക്കപ്പുറം മദീന തായ്വയിൽ മസ്ജിദ് നബവിയുടെ അകത്തളത്തിൽ പ്രവാചകൻ തന്റെ അനുയായികളോട് എന്തോന്ന് പറഞ്ഞു. കേട്ട മാത്രമേ എല്ലാവരും തക്ബീറുകളോട് എഴുന്നേറ്റു. ആടി എന്നിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല, അവനെ വെറുതെ വിടാൻ പാടില്ല. അങ്ങയുടെ കൂടെ ഏതറ്റം വരെയും പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾ ഉണ്ടാക്കിയത്. എന്തായിരുന്നു അവന് കൽപ്പിച്ചതെന്നോ? ഹിന്ദതിയാ മോഹമിമൊഴിയുന്നു അടവുകൾ പലതായി. ഹംസ തന്റെ സൂരകം തരും കുലഹിതനത്തിനിതമണം, സന്തോഷമുന്തിരി ചിന്തും ചന്ദ്ര 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 ശോഭി. സുര വസിൽ കസുര, സുര വസിൽ കസുര. ഹിജറയുടെ 2-ാം വർഷം അബൂ സുഫിയാൻ തടയാൻ പുറപ്പെട്ട മുസ്ലിം സൈന്യവും ശത്രു സൈന്യവും ബദറിന്റെ താഴ്വയിൽ ഏറ്റുമുട്ടി. ഹംസൽ കറാറിന്റെ വാളുകൾ അന്തരീക്ഷത്തിൽ മിന്നി വരുമ്പോൾ ശത്രു ഇംഗിതന്മാരുടെ തലകൾ ചിതറിക്കൊണ്ടിരുന്നു. അബൂജഹൽ, ശൈബത്ത്, ഉത്ബത്ത് ഓരോരുത്തരായിട്ട് അടർന്നു വീണുകൊണ്ടിരുന്നു. യുദ്ധത്തിന്റെ ആവേശം ഇതാണെത്തിയ ഹിന്ദ് തന്റെ മഹ്റമിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, എന്റെ പിതാവ്, എന്റെ ഭർത്താവ്, എന്റെ സഹോദരൻ എല്ലാം നഷ്ടമായി. ഇല്ല ഇല്ല, അവനെ വെറുതെ വിടാൻ പാടില്ല. ഹിന്ദ് മനസ്സിൽ പറഞ്ഞു, അവനെ വധിച്ചിട്ടേ സമാധാനമുള്ളൂ. ഹിന്ദിന്റെ മനസ്സിൽ ഒരു ഉപായം മിന്നി. എന്തെന്നല്ലേ? അതിരറ്റ വമ്പി മുമ്പിലടറിടണി വിടമിൽ ബദറിനാരവമുയരുകയായി. തിരമായ ഗതവനികിടാമവിഷമിൽ വിജയരജതമതണി ചേരൂ, വിജയരജതമതണി ചേരൂ, വിജയരജതമതണി ചേരൂ, വിജയരജതമതണി ചേരൂ. അതെ, കറുത്തവർഗക്കാരൻ തന്റെ അടിമ വഹ്ഷിയോട് ഹിന്ദ് പറഞ്ഞു, ഹംസയുടെ തലയെടുക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ മോചിപ്പിക്കാം. വഹ്ഷിയുടെ മനസ്സിലൂടെ ചിന്തകൾ കടന്നുപോയി. എത്ര കാലം ഒരാളുടെ മുമ്പിൽ തലകുനിച്ചിരിക്കണം? തന്നെ പോലുള്ളവരുടെ ജീവിതകാല സ്വപ്നമായ മോചനം ലഭിക്കണമെങ്കിൽ ഹംസയുടെ തലയെടുക്കുക തന്നെ. പിന്നീട് അങ്ങോട്ട് വഹ്ഷിക്ക് ഉറക്കമില്ലാത്ത ആളുകളായിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ ആ ദിവസമെത്തി. ഹംസ അള്ളാഹിനെ വെട്ടിവീഴ്ത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ പഠിപ്പിച്ച് ഹിന്ദ് വഹ്ഷിയെ യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞു. അങ്ങനെ പാത്തും പതുങ്ങി നിൽക്കുന്നതിൽ അതാ അത് ഹംസയല്ലേ. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല. വഹ്ഷിന്റെ ചാട്ടിൽ എടുത്തെറിഞ്ഞു. പിന്നെ എന്തുണ്ടായെന്നല്ലേ? തീരത്തൊടിപ്പുകളകനിലക്കവെ ചൊടിയിൽ തീരരെ കൊല്ലാൻ തിരിക്കവെ ചിരിയടുത്തേ ചങ്കു തകർത്തേ വശിയുടെ ചാട്ടൊളി ചോര ചുരത്തെ, ചിരിയടുത്തേ ചങ്കു തകർത്തേ വശിയുടെ ചാട്ടൊളി ചോര ചുരത്തെ. ചീന്തിടും അവർ, മാന്തിടും അവർ, കൊന്ന പടയെ മാർത്തിടും അവർ. ചീന്തിടും അവർ, മാന്തിടും അവർ, കൊന്ന പടയെ മാർത്തിടും അവർ. ഹംസാഹുവിനെ വെട്ടിവീഴ്ത്തിട്ട് കണ്ട് ഹിന്ദ് ഓടിയെത്തി. ഹംസാഹുവിന്റെ ശരീരം വികൃതമാക്കി. അവിടുത്തെ നയനങ്ങൾ ചൂന്നെടുത്ത്, കാൽ പറിച്ചെടുത്ത്, മൂക്ക് മുറിച്ചെടുത്ത്, വയറ് പേർത്തി കടൽ ചവച്ചു തുപ്പി. അല്ലാഹ്, നബി തങ്ങളുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി. കണ്ണുകളിടറി കണ്ണീർ ചാലിട്ടൊഴുകി. കാലമധികം കഴിഞ്ഞില്ല. മക്കയിലും മദീനയിലും ഇസ്ലാമിന്റെ പതാക പാറി പറക്കാൻ തുടങ്ങി. ജനം കൂട്ടമായി ഇസ്ലാം പുൽകിക്കൊണ്ടിരുന്നു. ഹിന്ദും പക്ഷിയും ഇസ്ലാം സ്വീകരിച്ചു വന്നു. നബിയുടെ സദസ്സിലെത്തുന്ന അവർക്ക് എങ്ങനെയാണ് നബിയെ അഭിമുഖിക്കാൻ സാധിക്കുക? ഒരു വേള സത്യത്തിലൊത്തു വന്നേ അല്ലാഹുവിൻ ദൂതർ ചാരെ ചെന്നേ. മഹിളയാം ഹിന്ദു അടിമ വഹ്ഷി മഹ്മൂദർ ത്വഹ വിലാശിച്ചില്ലേ. എന്റെ പിതരോ മാപ്പുതാനകൾ ആകെയും ഈ ആശയത്തിൽ 1000 സലാം. എന്റെ പിതരോ മാപ്പുതാനകൾ ആകെയും ഈ ആശയത്തിൽ 1000 സലാം. എന്റെ ഹംസ, നബി തങ്ങളുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി. നബി തങ്ങളുടെ മീകൾ അശ്രുപോയിച്ചുകൊണ്ടേയിരുന്നു. നബി തങ്ങൾ അശ്രുപോയിച്ചുവോ അവിടുന്ന് മീച്ചുവോ? വഹ്ഷി കലങ്ങുന്ന കണ്ണുകൾ സ്വയം തുടച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഞാൻ കാരണം നബി തങ്ങൾ സന്തോഷിക്കുന്ന ഒരു തിന്നം വരുന്നത് വരെ എനിക്കും എന്റെ ചാട്ടലിക്കും വിശ്രമമില്ല. കാലചക്രം പിന്നെയും നീങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മരണകാലത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ യുദ്ധസന്നാഹങ്ങളുമായി യമാമ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. മുസൈലമത്തുൽ കസ്സാബിന്റെ കഥ കഴിക്കണം.
പരിശുദ്ധ ദീനതയിലുള്ള പടപ്പുറപാടിന് ഒരു അന്ത്യം കുറിക്കണം. അതിന് യുദ്ധം തന്നെ മാർഗമുള്ളൂ. അതാ യുദ്ധം കൊടുമ്പിടി കൊള്ളുകയാണ്. എങ്ങനെ ഉണ്ടാക്കാച്ചാ? ആശമുറ്റം കരുത്തലയെ വരുമടുത്ത് പെരുന്നന ശഹിതവൻ കൊതിച്ചാലെ ആ അള്ളാവിൻ സ്വർഗം കണ്ട് മോഹന പരീക്ഷ കണ്ട് യുദ്ധമുഖയിലൊറ്റ മകനിറഞ്ഞാലേ ഉള്ളിൽ നിറഞ്ഞ ദാഹം ദീനിൽ തികഞ്ഞ ത്യാഗം അകലില്ലിക്കിടാതെ മദദില്ലിറസാക്കി തേടിടുന്നു റബ്ബിനലെ ഇഹ്സാന അകലില്ലിക്കിടാതെ മദദില്ലിറസാക്കി തേടിടുന്നു റബ്ബിനലെ ഇഹ്സാന. യമം യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പിൽ അടിപതറിയ മുസ്ലിം സൈന്യവും അവന്റെ ഹദീഖത്തിലേക്ക് ഓടി ഒളിച്ചു. മുസ്ലിം സൈന്യത്തിന് മുമ്പിൽ കോട്ടവാതിൽ കൊട്ടിയടക്കപ്പെട്ടു. നേരത്തെ പദവി ലംഘിക്കുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തെല്ലുനേരം ചിന്തയിലാണ്ടു. ഇനി എന്തുണ്ട് മാർഗം? അപ്പോഴാണ് ബർറാ റളിയല്ലാഹു അൻഹു ഓർമ്മ വന്നത്. കേട്ട മതൽ ബർറാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ നിങ്ങൾ ഉയർത്തി അറിയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കോട്ടവാതിൽ തുറന്നു നൽകാം. അത് സംഭവിച്ചു. പിന്നീട് അങ്ങോട്ട് ഘോരമായ യുദ്ധം. വാളുകൾ ശത്രു സൈന്യ തലകളെ യുദ്ധഭൂമിയിലേക്ക് അടർത്തി മാറ്റി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നേടകം മുഴക്കി ഇസ്ലാമിന്റെ കാവലഭടന്മാർ മുന്നേറിക്കൊണ്ടിരുന്നു. പക്ഷെ നമ്മുടെ കഥാനായകൻ ഇവിടെ കാണുന്നില്ലല്ലോ. അതാ കൊട്ടാരത്തിന് മുകളിൽ മുസ്ലിമെ തലയും പിടിച്ചു നിൽക്കുന്നു. അത് പക്ഷി തന്നെ കയ്യിൽ ചാട്ടുകളിയും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. സ്വപ്നം പോവണിന്റെ സന്തോഷത്തിൽ പക്ഷി ആ നീചന്റെ തല യുദ്ധഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. യുദ്ധം കൊട്ടൊടുങ്ങി. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തപ്പെട്ടു. പാടാം യമാമ മണ്ണിൽ വീരചരിതം പാടിടാം വശി തീർത്തൊരു ദീനിൻ വിരോധ് സുജഹമികച്ചൊരു വാമോരാം ഹിന്ദത് തന്നെ ഉശിരോടെ ദീനിൽ പൊലിയും പൊലിവോടെ ദീനിൽ അലിയും പലുവോടെ അകതവനല്ല അറിയുമല്ലോ മതത്തിനേകിയ ഞാമത്ത് അകതവനല്ല അറിയുമല്ലോ മതത്തിനേകിയ ഞാമത്ത്. അല്ലാഹു മഹാനവന്റെ കൂടെ നമ്മെ ഏവരെയും സുന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ വിരാമം കുറിക്കുന്നു. വഅഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.